നോക്കിയേ ഗൈസ്, നല്ല അടിപൊളി വലിപ്പമുള്ള കരിമീനൊക്കെ അമ്പൂതി എന്റെ കയ്യിലിരിക്കുന്ന എന്താണ് ഗ്രില്ല് ചെയ്താലോ? കിടക്കോ? അമ്മേ ദേവാ നോക്കി, ദേവാ ഇത് വായിട്ട് കാണിക്കണോക്കി. പല്ലാണത് ഫ്രണ്ടിലോ വേണം നമ്മ വെറുതെ വന്നാണ്. ഒന്നും പറ്റിയിട്ടില്ലല്ലോ, നമുക്കിനി വളർത്തിയാലോ? അടിപൊളി. അപ്പൊ അതാ കുറച്ച് ജീവനും കൂടി ഉണ്ടായിരുന്നു ഇതിന്, അങ്ങനെ അതും പോയിട്ടോ. അപ്പൊ നമ്മ എന്തായാലും പൊള്ളിക്കാനുള്ള പ്ലാനാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതാണ്, നമ്മൾ ക്ലീനിങ് പരിപാടികളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ മീൻ ഫ്രൈ ചെയ്യണ പോലെ സാധാരണ മസാലയൊക്കെ പുരട്ടി 3-4 മണിക്കൂർ ഫ്രിഡ്ജിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. 2 വശം ഒരേപോലെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം. റൈസ് അങ്ങനെ നമ്മളുടെ ഒരു വശം ഫ്രൈ ആയിരുന്നു കേട്ടോ. ഇത് ആവശ്യത്തിന് പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് അതുപോലെ ഉള്ളിയും, പിന്നെ ഉള്ളി വാടി കഴിഞ്ഞ് നമ്മൾ സവാളകൾ ഇട്ടുണ്ട്, തക്കാളി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ട് വാട്ടാം. ഇനി നമുക്ക് സവാളകൾ ആഡ് ചെയ്യാം. സവാള ഇട്ടതിന് ശേഷം നോക്കണം വരെ നമ്മൾ മസാലയൊക്കെ ആക്കിയിട്ടിട്ട് പൊടിയൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇടിച്ചു കഴിഞ്ഞാൽ സാധനം സെറ്റായി. തേങ്ങാപ്പാൽ റൈസ് പൊള്ളിക്കാനുള്ള മസാല ആയിട്ടുണ്ട് കണ്ടോ. അതേ കുറച്ച് നമ്മൾ വാഴല ഇങ്ങനെ പതിയെ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് അതിനെ കുറച്ച് ഗ്രേവി ഇട്ടിടാം. ഇട്ടിട്ട് മീൻ വെക്കാം. ഇലയിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ച മീൻ അങ്ങോട്ട് വെക്കാം. സെറ്റാക്കി നമ്മൾ ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി വെക്കാം. ഫ്രൈ ആകുമ്പോൾ നല്ലൊരു മണം കിട്ടും, അത് നല്ല രസമാണ്. പിന്നെ നമ്മൾ 2ാമത്തെ പ്രാവശ്യം കൊണ്ട് ഇതുപോലെ പൊളിക്കണമെങ്കിൽ മീൻ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. അത് വേറെ കാര്യം, പുറത്തൊന്നും മേടിക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ കിട്ടിയപ്പോൾ ഒരു കൊതി എല്ലാവരും ഇതുപോലെ പൊളിക്കാൻ പറഞ്ഞാണ് ചെയ്യുന്നതാണ് ഞാൻ. ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതിനെ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. വാഴല മടക്കാം. വാഴലയിലും വാഴലയുടെ മറ്റേ ഇത് നാരും കൊണ്ടും നമ്മൾ കെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് നേരം 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഒന്ന് ഇതാകണമല്ലോ, റെഡി ആണമല്ലോ. ആ വാഴലയിലുള്ള മണവും രുചിയൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലണമല്ലോ. നമ്മളിത് വെച്ചിട്ടുണ്ട്. സംഭവം എന്തായാലും കുറച്ച് നേരത്തെ പരിപാടി ഉണ്ടെങ്കിലും ഞാനൊരു 3-4 മിനിറ്റ് കൊണ്ടാക്കിയേക്കണ വീഡിയോ ആണ്. എന്തായാലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങളിത് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യണം. അച്ഛൻ പിടിച്ച മീനാണത്. ആ കത്രയും കൊണ്ടല്ലേ എടുക്കണത്. എവിടെ 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 കുറച്ച് കഷ്ണം എടുത്ത് കഴിച്ചു നോക്കി. സംഭവം എന്തായാലും അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയൊന്നും പറയാലോ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.